ഞങ്ങളെല്ലാവരും ഫാമിലി പാലക്കാട്ടേക്ക് ഒരു കല്യാണത്തിന് പങ്കെടുക്കുവാൻ ട്രെയിനിലുള്ള യാത്രയാണ് കാണുന്നത്. എൻ്റെ അമ്മയാണ്, എൻ്റെ മകളാണ്. പ്രിയമുള്ളവരെ, സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന യാത്രയിൽ ട്രെയിനിൻ്റെ വിൻഡോയിലൂടെ കാണുന്ന ഭൂപ്രദേശങ്ങൾ, പ്രകൃതി സൗന്ദര്യം നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. എല്ലാവർക്കും യാത്രയിലേക്ക് സ്വാഗതം. ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പാലക്കാടിനും അതുപോലെ തന്നെ. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് തൊട്ടടുത്ത അയൽ ജില്ലയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ പാലക്കാട് വഴിയാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാലക്കാടിലൂടെ മിക്കവാറും കടന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇപ്പോഴും പഴമ കാത്തു സൂക്ഷിക്കുന്ന ജില്ലകളിലൊന്നാണ് പാലക്കാട്. ട്രെയിൻ വടക്കാഞ്ചേരി അടുക്കുമ്പോൾ തന്നെ മനോഹരമായ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. മനോഹരമായ മലകൾ, മരങ്ങൾ, പാടങ്ങൾ ഒക്കെ തന്നെ നമുക്ക് ദൃശ്യമാകും. മനോഹരമായൊരു ചിത്രം വരച്ചതുപോലെ, സീനറി ആസ്വദിക്കുന്നത് പോലെ നമുക്ക് ആ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. ട്രെയിൻ വളരെ വേഗത കുറച്ചാണ് പോകുന്നത്. ഒരു പക്ഷേ ടൈം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പിടിച്ചിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത കുറച്ച് പോകുന്നതെന്ന് തോന്നുന്നു. ഏറെ പ്രശസ്തമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ. വളരെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ്. തൊട്ടടുത്ത് തന്നെയാണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭാരതപ്പുഴ അടുത്തുകൂടി ഒഴുകുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട സൗമ്യയുടെ ഓർമ്മയും വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ എനിക്കുണ്ടാകാറുണ്ട്. എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് തീവണ്ടി കയറിയ സൗമ്യയെ എല്ലാവർക്കും അറിയാം. ഗോവിന്ദച്ചാമി എന്ന കൊലപാതകിയാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അബോധാവസ്ഥയിലായ സൗമ്യയെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് നാട്ടുകാർ അന്ന് കണ്ടെത്തിയത്. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഭാരതപ്പുഴയെ വളരെ അടുത്ത് നിന്ന് കാണാൻ കഴിയും. റെയിൽവേയുടെ മേൽപ്പാലം ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ് പോകുന്നത്. ഭാരതപ്പുഴയെക്കുറിച്ച് പറയാൻ സത്യത്തിൽ വാക്കുകളില്ല. കവികൾക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത, ഛായാഗ്രാഹകർക്ക് എത്ര എടുത്താലും മതിയാവാത്ത ഒന്നാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. വറ്റി വരണ്ട് കുറച്ചു വെള്ളമുള്ള ഒഴുക്ക് നിലച്ച പോലെയുള്ള ഭാരതപ്പുഴ. അശാസ്ത്രീയമായ മണലെടുപ്പും ഒക്കെ തന്നെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ഭാരതപ്പുഴ കഴിയുന്നതോടെ നമ്മൾ തൃശ്ശൂരിനോട് വിട പറയുന്നു. പിന്നെ നമ്മൾ പാലക്കാട്ടേക്കാണ്. പാലക്കാട്ടെത്തുമ്പോഴേക്കും ഭൂപ്രകൃതി വളരെയധികം മാറിക്കഴിയും. പാലക്കാട്ടേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതൂർന്ന കുറ്റിക്കാടുകൾ വശങ്ങളിലായി കാണാൻ തുടങ്ങും. അതുപോലെ തന്നെ മറ്റൊരു മനോഹരമായ കാഴ്ച കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളാണ്. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങൾ വിശാലമായി അങ്ങനെ കിടക്കുന്നത് കാണാം. അതിന് ചുറ്റുപാടും മലനിരകൾ കാണാം. ഒരു ചിത്രത്തിൽ വരച്ചതുപോലെ തന്നെ നമുക്ക് മുന്നിൽ ഈ ഒരു ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു കാണും. ഇപ്പോഴും നെൽകൃഷി ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണ് പാലക്കാട്. പാലക്കാടിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്താറായി. ഇനി വീണ്ടും
ഇതുപോലുള്ള കാഴ്ചകളുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വിച്ച് ഓൺ ക്രിയേഷൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.